അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. CM സെന്ററിൽ വെച്ച് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട അബ്ദുൽ മാജിദിന്റെ മുത്താപ്പ മൊയ്തു മലബാരിയാണ്. ഇപ്പോൾ ഞാൻ ലൈവിൽ വരാൻ കാരണം CM സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മാനേജർ എന്ന പേരിൽ മുസ്തഫ സക്കാഫി മടവൂർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഒരു പ്രസ്താവന കാണാൻ ഇടവന്നു. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സ്ഥാപനത്തെയും ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശുദ്ധ അസംബന്ധമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ അവിടെയുള്ള ആളുകളോട് പോയി അന്വേഷിച്ചാൽ, അതല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചാൽ എൻ്റെ പ്രിയ സഹോദരന്മാർക്കൊക്കെ മനസ്സിലാകുന്നതാണ്. ഞങ്ങൾ പറഞ്ഞ പരാതിയിൽ വല്ല അപാകതകളും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതുമാണ്. പരാതി കൊടുത്തിരിക്കുന്നത് മമ്മൂട്ടി സക്കാഫി എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പിതാവും അതേപോലെ തന്നെ കുട്ടിയുടെ മാതാവ് റയ്ഹാനത്തുമാണ്. DGPക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് കമ്മീഷണർക്കും കോഴിക്കോട് പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി കൊടുക്കാനുണ്ടായ കാരണം വളരെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അവർ പ്രതി എന്ന് പറയുന്ന, നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞത് ഒരു സുഹരിയാണ്, ഷംസുദ്ദീൻ സുഹരിയോ, കാസർഗോട്ടുകാരനായ ഷംസുദ്ദീൻ സുഹരിയാണ് എന്നും കേൾക്കുന്നു. അതാണോ അല്ലയോ എന്നുള്ളത് അള്ളാഹു ആലം, നമുക്കതിനെപ്പറ്റി വലിയ വ്യക്തതയില്ല. എന്തു തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം തകർക്കുക എന്നുള്ളതോ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എന്ന് നിങ്ങൾ പറയുന്ന ആയിരം ഉണ്ടാവട്ടെ, അതിൽ കുറവാകട്ടെ, ആ വിദ്യാർത്ഥികളുടെ പഠനം മുടക്കുക എന്നുള്ള ഉദ്ദേശമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. മറിച്ച് ഞങ്ങളുടെ പൊന്നുമോനെ അവിടെ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ പൊന്നുമോന് സംഭവിച്ചത്? നിങ്ങൾ ഈ പറയുന്നത് തന്നെയാണോ യാഥാർത്ഥ്യം? അങ്ങനെയാണെങ്കിൽ എന്തിന് കുട്ടി നിങ്ങൾ പോലീസ് കെട്ടിവെച്ചിരിക്കുന്ന ആ വള്ളികൾ കെട്ടി തിരിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് എന്തിന് നമ്മളെ കുട്ടി കെട്ടി? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. എന്തായിരുന്നു ഞങ്ങളോട് തലേ ദിവസം ഞങ്ങളോട് ഫോണിൽ വിളിച്ച് ഞങ്ങളുടെ കുട്ടി പറഞ്ഞത്? അതുപോലെ തന്നെ ഞങ്ങളുടെ പൊന്നുമോന്റെ ജനാസയുമായി വരുന്നതിന് മുമ്പ് കുട്ടിയുടെ ഉമ്മയുമായി വന്ന മദനി ഞങ്ങളോട് പറഞ്ഞത്, ആ പ്രതിയുടെ വാരിയെല്ലാം ഞങ്ങൾ ചവിട്ടിപ്പൊട്ടിച്ചിട്ടുണ്ട്, ആ പ്രതിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിനെ നിങ്ങൾ കൈകാര്യം ചെയ്തോ കൈകാര്യം ചെയ്യാതിരിക്കുകയോ എന്തോ ആവട്ടെ, അദ്ദേഹമാണ് പ്രതി എന്നുള്ളത് ആര് മൊഴി നൽകി? ആരാണ് ആ പ്രതിയെ അദ്ദേഹമാണ് പ്രതി എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന് പ്രതിയായത് ആരാണ് കണ്ടത്? നിങ്ങളുടെ സ്ഥാപനമോ അല്ലെങ്കിൽ സ്ഥാപനത്തിനകത്തുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റു വല്ലവരോ പറയുന്നത് കേട്ടുകൊണ്ട് ഒരാൾ പ്രതി എന്ന് പറയാൻ പറ്റുമോ? നമ്മളെ കുട്ടി നമ്മളോട് സംസാരിച്ച കാര്യങ്ങളും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ആ പരാതിയിൽ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾ മമ്മൂട്ടി സക്കാഫിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയമായ മുതലെടുപ്പിനോ അതല്ലെങ്കിൽ സംഘടനാപരമായ മുതലെടുപ്പിനോ ഒന്നും വേണ്ടിയല്ല. മറിച്ച് ഇനിയൊരു പൊന്നുമോനും ഒരു സ്ഥാപനത്തിൽ നിന്നും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിന് നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. മാസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.